ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രസംഗ വിഷയം അനുസരണം എന്നുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അതിനായമല്ലോ നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയുകയുള്ളൂ. പഴയ നിയമത്തിൽ ആദ്യപിതാക്കന്മാർ ദൈവത്തെ അനുസരിച്ചതിലൂടെ അവർ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്തു. അതുപോലെ പുതിയ നിയമത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു 7 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ കൽപ്പിച്ചു. അവർ അതനുസരിച്ചു. പച്ചവെള്ളം ഏറ്റവും സ്വാദുള്ള വീഞ്ഞായി മാറി. അതുപോലെ കർത്താവിനെ അനുസരിക്കുന്നവരെ ദൈവം ഏറ്റവും സ്വാദുള്ളവരായി തീർക്കും. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ബുദ്ധിക്കും ശക്തിക്കും അപ്പുറമാണ്. അനുസരണത്തിന് ഏറ്റവും നല്ല മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഫിലിപ്പിയർ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ വചനം ഇങ്ങനെ പറയുന്നു: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലെ തന്നെത്താൻ ഒഴിച്ച് വേശ്യത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുപോലെ ദൈവം കാണിച്ചു തന്ന മാതൃകയിലൂടെ നമുക്കും വളരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം നിർത്തുന്നു.